മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, നോമ്പുകാലം 4-ാമത്തെ ഞായറാഴ്ച ഇന്ന് തിരുസഭാ മാതാവിനോടൊപ്പം നാം ചിന്തിക്കുക ദൈവിക പദ്ധതിയോടുള്ള നമ്മുടെ സമീപനത്തെപ്പറ്റിയുള്ള ചിന്തകളാണ്. ഇന്നത്തെ 1-ാമത്തെ വായനയായ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ ദൈവിക പദ്ധതിക്കെതിരായി അഥവാ തങ്ങളുടെ പദ്ധതികൾ ദൈവിക പദ്ധതികളേക്കാൾ ശ്രേഷ്ഠമാണെന്ന് കരുതി ബാബേൽ ഗോപുരം നിർമ്മിക്കുന്ന ഒരു ജനത്തെ നാം കണ്ടുമുട്ടുന്നു. ഇപ്രകാരം പ്രവർത്തിച്ച ജനത്തിന് എന്തു സംഭവിച്ചുവെന്നും ദൈവത്തിൻ്റെ ക്രോധം എപ്രകാരം അവരുടെ മേൽ കടന്നു വന്നു എന്നും ഇന്നത്തെ 1-ാമത്തെ വായന നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ 2-ാമത്തെ വായനയായ യോശുവയുടെ പുസ്തകം 7-ാം അധ്യായം 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ദൈവത്തോട് വീണ്ടും അനുസരണക്കേട് കാണിച്ച ദൈവിക പദ്ധതികൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ജനത്തെ നാം കാണുന്നുണ്ട്. ഇന്നത്തെ 3-ാമത്തെ വായനയായ വിശുദ്ധ പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങളിൽ ദൈവിക പദ്ധതിക്ക് അനുസൃതമായി പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ദൈവിക പദ്ധതിക്കനുസൃതമായി ജീവിക്കുവാൻ നാം ദൈവാത്മാവാൽ നിറയപ്പെടണമെന്നുള്ള വലിയ സന്ദേശവും വിശുദ്ധ പൗലോസ്ലീഹ തൻ്റെ ലേഖനത്തിലൂടെ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ സുവിശേഷ ഭാഗമായ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 33 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ തങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം നിർവഹിക്കാതെ ദൈവിക പദ്ധതിക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന കൃഷിക്കാരെ നാം കണ്ടുമുട്ടുകയാണ്. നോക്കാൻ ഏൽപ്പിച്ച മുന്തിരിത്തോട്ടത്തെ സ്വന്തമാക്കുവാനുള്ള ആഗ്രഹത്താൽ അവർ ചെയ്തു കൂട്ടുന്ന തിന്മകളെപ്പറ്റി ഇന്നത്തെ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ദൈവിക പദ്ധതികൾ മനസ്സിലാക്കുവാനുള്ള വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദൈവിക പദ്ധതിയിലൂടെ ദൈവിക പദ്ധതിക്കനുസൃതമായി ജീവിക്കുവാനുള്ള വലിയ കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവം നമ്മെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.